വന്ന സ്റ്റാഫിനെ ടെമ്പററി പോസ്റ്റ് ചെയ്യാണ് ഈ ഒരു പ്രോഗ്രാം. ഓൾസോ കുറേ പേര് അവർ എന്താ പറയുക, വി ആർ ലെറ്റിംഗ് ദം ഗോ എന്നാണ് അവർ പറയുക, അതായത് ഫയർ ചെയ്യാന്നാണ് ഉദ്ദേശം. വേറൊരു ഡ്രോബാക്കും കൂടെ ഉണ്ട് ഇപ്പം കറൻ്റ്ലി വന്ന ചേഞ്ചസിൽ. കാക്കശ്ശേരി സിനിമാറ്റിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നാളുകളായി, മാസങ്ങളായി വ്ളോഗ് ചെയ്തിട്ട്. ഇപ്പോൾ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ. ഇവിടെ ജെഫ് ഇപ്പോൾ സൗദിയിലാണ്, ഞാനും പിള്ളേരും കാനഡയിലാണ്. അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക, പിള്ളേരെ മാനേജ് ചെയ്യലും ജോലിയുടെ തിരക്കും അങ്ങനെ പല കാര്യങ്ങളായിട്ട് വ്ളോഗ് ചെയ്യാത്തതാണ്. ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈവൻ യൂട്യൂബിലും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നോ അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയാൻ മാത്രം ഞങ്ങൾക്ക് ഇവിടെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈഫ് ഇസ് ഗോയിങ് ഓൺ ആസ് യൂഷ്വൽ. പക്ഷേ കാനഡയിൽ ഇനി പഠിക്കാൻ വന്ന കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു ചെറിയ അപ്ഡേറ്റ് തരാനുണ്ട്. എസ്പെഷ്യലി ഞാനിവിടെ പഠിക്കാൻ വന്ന പ്രോഗ്രാം സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് ഞാൻ പഠിപ്പിച്ച പ്രോഗ്രാം സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ന്യൂ ഹാംബർഗിൽ പോകുന്നുണ്ട്. അവിടെ ഒരു റിലീഫ് സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ ഞാനതിൻ്റെ അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് ചെയ്ത് എൻ്റെ പാർട്ട് അതിൽ കഴിഞ്ഞു. ഇന്ന് അവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ കളികളാണ്. അപ്പോൾ നമുക്ക് അവിടെയും പോകാം. കൂട്ടത്തിൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഇനി കാനഡയിലേക്ക് പഠിക്കാൻ വന്ന കാര്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ കാക്കശ്ശേരിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കാനഡയിൽ വന്നത് സ്റ്റുഡൻ്റായിട്ടാണ്, സ്റ്റഡി പെർമിറ്റിലാണ് വന്നത്. സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഞാൻ ചെയ്തത്. അതൊരു 2 ഇയർ പ്രോഗ്രാമാണ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഞാൻ വർക്ക് ചെയ്തതും ഞാൻ മുന്നേ പഠിച്ചതുമായ ഫീൽഡിലുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോഗ്രാം പോസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന് ആർക്കും സൈനപ്പ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ അതിനുള്ള കാരണങ്ങളും ഉണ്ട്. വെറുതെ കോളേജ് പോസ് ചെയ്തതല്ല, IRCCയുടെ ചില ഡിസിഷൻസ് കാരണമാണ് അത് പോസ് ചെയ്യേണ്ടി വന്നത്. അതെന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാംസ് എല്ലാം പോസ് ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IRCC ചില റൂൾസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഓൺലൈനിൽ കാണുന്ന ഇൻഫർമേഷൻ തന്നെയാണ് ഞാനും ഷെയർ ചെയ്യുന്നത്. അതായത് ഇനി ഒരു ഐ തിങ്ക് November 1, 2024 മുതൽ PGWക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അവരുടെ കുറച്ച് ഫീൽഡ് ഓഫ് സ്റ്റഡി റിക്വയർമെൻറ്റ്സ് എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. അപ്പോൾ അതൊരു മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ അല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ളതാണ്. സോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം വരുമ്പോൾ ഇൻ ഡിമാൻഡ് ഓക്യുപ്പേഷൻ കാറ്റഗറിയിലായിരിക്കണം, എന്നാൽ മാത്രമേ അത് PGWPക്ക് എലിജിബിൾ ആകുള്ളൂ. അതുപോലെ തന്നെ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട് IRCC. ഞാനതെല്ലാം ഇവിടെ ഇടാം, എനിക്കത് കാണാപ്പാടം അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ഈ സ്കൂൾ ഓഫ് ബിസിനസ്സിൻ്റെ പ്രോഗ്രാംസ് എല്ലാം അതിന് എലിജിബിൾ അല്ല. അപ്പോൾ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പിന്നെ കാനഡയിൽ വന്ന് പഠിക്കുന്നതിന് വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം നമ്മളൊരു പുറത്ത് പോയി 18 മാസം പഠിച്ച് തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം പേരും ഇവിടെ പഠിക്കാൻ വരുന്നത് സ്റ്റേ ബാക്കും പിന്നെ അതിൻ്റെ PR-ൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സോ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല എന്ന് വരുമ്പോൾ ഈ പ്രോഗ്രാമിന് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഇല്ലാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ ഓഫ് ബിസിനസ്സിലെ പല പ്രോഗ്രാംസും അവർ പോസ് ചെയ്തത്. ഞാനിപ്പോൾ ഞാൻ പഠിച്ച പ്രോഗ്രാം സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു സ്റ്റാഫിനെ ടെമ്പററി പോസ്റ്റ് ചെയ്യാണ് ഈ ഒരു പ്രോഗ്രാം. ഓൾസോ കുറേ പേര് അവർ എന്താ പറയുക, വി ആർ ലെറ്റിംഗ് ദം ഗോ എന്നാണ് അവർ പറയുക, അതായത് ഫയർ ചെയ്യാന്നാണ് ഉദ്ദേശം. കുറേ സപ്പോർട്ട് സ്റ്റാഫിനെല്ലാം അവർ ഒഴിവാക്കി. കാരണം ഇത്രയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്നപ്പോൾ അത്രയും സ്റ്റാഫിന് ആവശ്യമുണ്ടായിരുന്നു. കുറേ ഹയറിങ് നടത്തി. ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ കുറേ ട്രാൻസിഷൻസ് ഇവിടെ കോളേജ് ലെവലിൽ നടക്കുന്നുണ്ട്. കുറേ കോളേജസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറേ കോളേജ് ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്നുള്ളത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു. കോൺസ്റ്റോക്ക് പോലുള്ള കോളേജുകൾ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ചില സ്റ്റാഫിനും, ഞാനിപ്പോൾ കോൺട്രാക്ട് സ്റ്റാഫാണ്, അതായത് എവറി 4 months ആണ് കോൺട്രാക്ട് റിന്യൂവൽ ആകുക. നമ്മുടെ അവൈലബിലിറ്റി ചോദിച്ചിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ട് തരും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓൺ ആൻഡ് ഓഫ് ആണ്, ഓൺ ഗോയിങ് ഫുൾ ടൈം ഒരു ഇതല്ല. എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നു കുറേ പ്രോഗ്രാം പോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഒഫീഷ്യലി ഞാനിതുവരെയും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. കോൺസ്റ്റോക്ക് എവിടെയും പറഞ്ഞിട്ടില്ല
പ്രോഗ്രാം പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. കാരണം മേ ബി ആഫ്റ്റർ 2 or 3 years ഈ ഒരു എന്താ പറയുക ഇത്രയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ലെവൽസ് ഇത്രയും വന്നല്ലോ, അതൊന്ന് കുറഞ്ഞ് പിന്നെ ബാലൻസ് ആകുമ്പോൾ മേ ബി വീണ്ടും ഒരു റെസ്യൂം ചെയ്യുമായിരിക്കും. കാരണം എല്ലാവരും അക്നോളജ് ചെയ്യുന്നുണ്ട്, പബ്ലിക്കായിട്ട് പറയുന്നില്ലെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വഴി വന്നിട്ടുള്ള ആ ഒരു റവന്യൂ സ്ട്രീം അത് നന്നായിട്ട് ഇവിടുത്തെ എക്കണോമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അത്രയും സ്റ്റുഡൻസ് വന്നു, ആ സ്റ്റുഡൻസ് തന്നെയാണ് വർക്ക് ചെയ്യാനും എല്ലാം റെഡിയായത്. സ്റ്റുഡൻസ് EI ഒന്നും ചോദിക്കില്ല, അവർ വർക്ക് ചെയ്യും, കാരണം അവർക്ക് സർവൈവ് മണി വേണം. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ നിൽക്കുന്നുണ്ടാവും, കാനഡയിൽ ഇനി പഠിക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. വേറൊരു ഡ്രോബാക്കും കൂടെ ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി വന്ന ചേഞ്ചസിൽ. അതായത് ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ SOWP എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ SOWP എന്നുള്ള സംഭവം അതിനും കുറേ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാം, അല്ലെങ്കിൽ സെലക്ട് ഓർ പ്രൊഫഷണൽ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിലുള്ളവർക്ക് മാത്രമേ SOWP അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇനി എക്സ്റ്റൻഷൻ വരുമല്ലോ, അതിന് Tier 0 അല്ലെങ്കിൽ Tier 1 കാറ്റഗറി വേണം, അല്ലെങ്കിൽ സെലക്ട് Tier 0, 2 അല്ല സെലക്ട് Tier 2 or 3 അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനത്തെ ഹിഡൻ ടേംസ് അല്ല, അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ കൺസൾട്ടൻസ് ഒന്നും അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാനഡയിൽ ഇപ്പോൾ സ്റ്റഡി പെർമിറ്റിൽ വരാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും പറയില്ല, മാസ്റ്റേഴ്സും ഡോക്ടറിലൊക്കെ എടുത്താൽ വരാൻ പറ്റും. അതിനുശേഷം PGWP, SOWP അങ്ങനെ സാധനങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും തലവേദനകളും ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. പിന്നെ ഞങ്ങൾ കാനഡയിൽ വന്നത് 2021. ആ സമയം മുതൽ ഒരു ഓൾമോസ്റ്റ് 2022 ജൂലൈ വരയ്ക്കും ജൂലൈ വരയ്ക്കും ജോലി കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐ മീൻ സർവൈവൽ ജോബ്സ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഒരുവിധം പേർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അത് ഡിഫിക്കൽട്ടായി, കാരണം ഇത്രയും പേര് വന്നപ്പോൾ അതിന് ഡിഫിക്കൽട്ടി വന്നു. സോ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ലെവൽ കുറഞ്ഞ് മാറുമ്പോൾ മാറ്റങ്ങൾ വരുമായിരിക്കാം. പക്ഷെ അറ്റ് ദ മൊമെൻറ്റ് ഇച്ചിരി പാടാണ് ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ. ഒറ്റയ്ക്ക് വന്നാൽ കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് വന്നാൽ ഒരു 4-5 വർഷത്തേക്ക് അടുപ്പിച്ച് ഇനി എന്ത് എന്നുള്ള ചോദ്യം, ഇത് നടക്കുമോ എന്നുള്ള ചിന്തകൾ അതെല്ലാമായിട്ട് സർവൈവ് ചെയ്യണം. സോ അത് നല്ലൊരു കാര്യമല്ല, എസ്പെഷ്യലി ഒരു മെൻ്റൽ ഹെൽത്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് നോട്ട് ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത് ഗ്രാജുവേറ്റ് ആയവരെല്ലാവരും PGWP അപ്ലൈ ചെയ്തവരും SOWPക്ക് അപ്ലൈ ചെയ്തവർക്കും വളരെയധികം ടൈം എടുത്തു അവർക്ക് ആ എക്സ്റ്റൻഷൻ എല്ലാം അപ്രൂവൽ ആകാനും PGWP അപ്രൂവ് ആകാനൊക്കെ. സോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എംപ്ലോയ്മെൻറ്റ് ലെവൽ കുറേ ടെൻഷൻ ഉണ്ടാവും. പല എംപ്ലോയേഴ്സും റിന്യൂഡ് സിന്നിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിൽ കം ടു കാനഡ ഓൺ സ്റ്റഡി പെർമിറ്റ്. പക്ഷേ എല്ലാം റിസർച്ച് ചെയ്ത് തീരുമാനിക്കുക. കൺസൾട്ടൻസ് ഇപ്പോഴും പറയുന്നുണ്ട്, അവരിപ്പോൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിള്ളേർ കുറഞ്ഞ കാരണം ജോലിയെല്ലാം പെട്ടെന്ന് കിട്ടും എന്നൊരു എക്സ്ക്യൂസ് പറയുന്നതായിട്ട് കിട്ടും. ഒരു ആഡും കണ്ടു അതിനെക്കുറിച്ച്. അങ്ങനത്തെ ട്രാപ്പിലൊന്നും വീഴാതെ പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ട് കാനഡയിലേക്കുള്ള തീരുമാനം എടുക്കാതെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വ്ലോഗിൽ സന്ധിക്കും വരെ ദിസ് ഈസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരീസ് വ്ലോഗ്. ബൈ.